പുതിയതായി എന്തെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രമേ അതേക്കുറിച്ചുള്ള വിവരങ്ങളെ പുറത്തറിയിക്കുകയുള്ളൂ. എന്നാൽ അതുപോലെയുള്ള ഒരു പരീക്ഷണം കഴിഞ്ഞ 80 വർഷങ്ങൾ കൊണ്ട് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളെ ഈ വീഡിയോയിൽ കാണാം. 1927 ഓസ്ട്രേലിയയിലെ ബ്രിസ്ബാൻ എന്ന സ്ഥലത്തുള്ള ക്യൂൻസ്ലാൻഡ് എന്ന യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകൻ തോമസ് പെർണൽ പിച്ച് എന്ന വസ്തുവിനെ വെച്ച് ഒരു പരീക്ഷണം നടത്തിയിരുന്നു. ഈ പിച്ച് എന്ന വസ്തു കീലുപോലെയുള്ള അധികം സാന്ദ്രതയുള്ള ഒരു ദ്രാവകമാണ്. ഈ ദ്രാവകത്തിന് വെള്ളത്തിനേക്കാൾ 230 ബില്യൺ തവണകൾ സാന്ദ്രത കൂടുതലാണ്. അങ്ങനെയുള്ള ഈ പിച്ചിന്റെ ഗുണങ്ങളെക്കുറിച്ച് കണ്ടെത്തുവാൻ നടത്തിയ പരീക്ഷണമാണ് ഈ പിച്ച് എക്സ്പെരിമെന്റ്. ഈ പിച്ച് റൂം ടെമ്പറേച്ചറിൽ ഒരു ഖരവസ്തു പോലെ തന്നെ കാണപ്പെടും. എന്നാൽ ഇത് ശരിക്കും ഒരു ദ്രാവക വസ്തുവാണ്. ഇതേ തെളിയിക്കുവാനും ഡോക്ടർ തോമസ് പെർണൽ ആഗ്രഹിച്ചിരുന്നു. ഒരു വസ്തു ദ്രാവകമെന്ന് ഊർജിതപ്പെടുത്തുവാൻ നടത്തുന്ന പരീക്ഷണമാണ് ഫണൽ എക്സ്പെരിമെന്റ്. ഈ ഫണൽ എക്സ്പെരിമെന്റിന് വേണ്ടി പിച്ചിനെ തയ്യാറാക്കുവാൻ തന്നെ ഡോക്ടർ തോമസിന് 3 വർഷങ്ങൾ വേണ്ടി വന്നു. അങ്ങനെ 1930 പിച്ചിനെ ആദ്യമായി ഫണൽ ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ ഡോക്ടർ തോമസിനെ ഒരു അത്ഭുതം തന്നെ കാത്തിരുന്നു. കാരണം ഈ പിച്ച് ഫണൽ വഴി ഇറങ്ങി ആദ്യത്തെ തുള്ളി വീഴുവാൻ തന്നെ 8 വർഷങ്ങൾ വേണ്ടി വന്നു. 1938 ആദ്യത്തെ തുള്ളിയും 1947 രണ്ടാമത്തെ തുള്ളിയും വീണു. ആ കാലഘട്ടത്തിൽ തന്നെ ഡോക്ടർ തോമസ് മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷവും ഈ പരീക്ഷണത്തെ നിർത്താതെ പ്രൊഫസർ ജോൺ മെയിൻസ്റ്റോൺ ഈ പരീക്ഷണത്തിന് നേതൃത്വം വഹിച്ചു. അതും ഡോക്ടർ തോമസിന്റെ പരീക്ഷണത്തിൽ യാതൊരു മാറ്റവും ചെയ്യാതെ അതുപോലെ തന്നെ തുടർന്നു. 1930 മുതൽ ഇതുവരെ 9 തുള്ളികൾ പിച്ച് മാത്രമേ വീണിട്ടുള്ളൂ. 2000-ത്തെ വർഷത്തിൽ ഈ പരീക്ഷണത്തെ നിരീക്ഷിക്കുവാൻ ഒരു ക്യാമറയും പൊരുത്തപ്പെട്ടിരുന്നു. എന്നാൽ ക്യാമറയിലുണ്ടായ ചില സാങ്കേതിക തകരാറുകൾ കാരണം അവസാനമായി പിച്ച് തുള്ളി വീണത് ആർക്കും കാണാൻ കഴിഞ്ഞില്ല. ഈ പിച്ചിലെ 10ാമത്തെ തുള്ളി വരുന്ന 2020 വീഴുമെന്ന് കരുതപ്പെടുന്നു. ഈ പരീക്ഷണത്തിന് രണ്ടാമത്തെ നേതൃത്വം നൽകിയ പ്രൊഫസർ ജോൺ മെയിൻസ്റ്റോണും 2013 ഹൃദയാഘാതം കാരണം മരിച്ചുപോയി. അതുകൊണ്ട് 3ാമത്തെ കസ്റ്റോഡിയനായി ആൻഡ്രൂ വൈറ്റ് എന്ന വ്യക്തിയാണ് ഇപ്പോൾ ഈ പരീക്ഷണത്തിന് നേതൃത്വം നൽകുന്നത്. വളരെ നീണ്ടകാലം നടത്തിയ ലാബ് എക്സ്പെരിമെന്റ് എന്ന രീതിയിൽ ഈ പരീക്ഷണം ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇടം നേടിയിരിക്കുകയാണ്. ഇതുപോലെയുള്ള പരീക്ഷണത്തെ 1944 അയർലൻഡിലെ ട്രിനിറ്റി കോളേജും ആരംഭിച്ചിരുന്നു. അവരാണ് ഈ പിച്ച് തുള്ളി വീഴുന്ന ദൃശ്യത്തെ ആദ്യമായി രേഖപ്പെടുത്തിയത്. ഈ ന്യൂസ് നിങ്ങളെവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ പുതിയ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.